ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പരിചയമുള്ള ഫേൺ ചെടിയാണിത്. ഇത് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ പരിചരണമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. കാരണം ഇത് നടാൻ എല്ലാവർക്കും അറിയാം, പക്ഷെ ഇതിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. അതൊന്ന് ഞാൻ പ്രത്യേകം ഒന്ന് പറയുവാണ്. ഇത് നല്ല ബുഷിയായിട്ട് ഗ്രീൻ കളറിൽ നിന്നാൽ മാത്രമേ കാണാൻ ഭംഗിയുള്ളൂ. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ കരിഞ്ഞ ഇലകൾ കാണും. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി വന്നപ്പോഴത്തേക്ക് എൻ്റെ ഇലകളെല്ലാം കരിഞ്ഞു പോയായിരുന്നു. അതിനുശേഷം ഇപ്പം ഇങ്ങനെ ആക്കി വന്നപ്പം ഞാനിത് പഠിച്ചു. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇതിന് അമിത സൂര്യപ്രകാശവും ചൂടും പറ്റത്തില്ല. അപ്പൊ ഞാനിത് ഹാങ് ചെയ്തിട്ടേക്കുമായിരുന്നു. അത് മാറ്റി താഴെ ഒരു ചെറിയ ഒരു ഇതിലേക്ക് ഒരു താഴെ ഭാഗത്തേക്ക് വെച്ചു. വലിയ ചൂട് കിട്ടരുത്, എന്നാൽ സൂര്യപ്രകാശം കിട്ടണം. പക്ക ഇൻഡോർ അല്ല. ആരെങ്കിലും വരുമ്പോൾ നമുക്കൊരു ഷോയ്ക്ക് ടേബിളിലേക്ക് ഒരു 2-3 ദിവസത്തേക്ക് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് കണ്ടിന്യൂസ് ഇൻഡോർ ആക്കി വെക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതിന്റെ ചുവട് ഭാഗം റൂട്ട്, ഇത് വളരെ വേഗം റൂട്ട് നിറയുന്ന ഒരു ചെടിയാണ്. ഇത് ഡ്രൈ ആകാൻ പാടില്ല, നനച്ചു കൊടുക്കണം. നന്നായിട്ട് ഇതിന്റെ അടിഭാഗം നനച്ചു കൊടുത്തോണ്ടേയിരിക്കണം. അതല്ല എങ്കിൽ ഇത് പെട്ടെന്ന് ഉണങ്ങിപ്പോകും. ഇതിന് വേഗം ഇതിന്റെ റൂട്ട് പടരുന്ന ചെടിയാണ്. അതേപോലെ വിസ്താരമുള്ള ഒരു ചട്ടിക്കകത്ത് നടണം, ഇടുങ്ങിയ ഒരു ചട്ടിയിൽ നടരുത്. അത് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇതിന് റീപോട്ടിങ് മറ്റുള്ള ചെടി പോലെ വർഷത്തിൽ ഒന്നൊന്നും ചെയ്യണ്ട, 3 വർഷത്തിൽ ഒന്നൊക്കെ ചെയ്ത് വെച്ചാൽ മതി. ഇതിന് എപ്പോഴും വളമിട്ട് കൊടുക്കണ്ട. വളം കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനെ, ഞാൻ സ്നേഹം കൂടി വളം കൂടിയപ്പോഴാണ് എൻ്റെ ചെടി മുഴുവനായിട്ടും കരിഞ്ഞു പോയത്. അതിനുശേഷം ഇത് ഞാൻ പോകും എന്ന് കരുതി ഇതിനെ മാറ്റി ഒത്തിരി പാടുപെട്ട് പരിചരിച്ചാണ് ഇത്രയും ഒരു ലീഫൊക്കെ ആക്കിയെടുത്തത്. വളം വളരെ കുറവിട്ട് കൊടുത്തേച്ചാൽ മതി. വളം കൂടിയാൽ ചെടി കരിഞ്ഞു പോകും. വെള്ളം കൂടിയാൽ പിന്നെയും ഇത് പിടിച്ചു നിൽക്കും. വളം കൂടിയാൽ ഒട്ടും നിൽക്കത്തില്ല. വളം കൂടിയാൽ ഈ ചെടി കരിഞ്ഞു പോകും. കാരണം ഇതിന്റെ റൂട്ട് വളരെ നേർത്തതാണ്. അതിനാൽ വളം ഒട്ടും വേണ്ട. വളരെ അളവ് കുറച്ച് ഒരു 6 മാസത്തിൽ വല്ലതും കുറച്ചിട്ട് കൊടുത്തേച്ചാൽ മതി. അത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ പണ്ട് മരച്ചോട്ടിലൊക്കെ നിന്നിരുന്ന ഒരുതരം ചെടികളാണ്. അതുപോലെ ഇപ്പോഴും ഇത് ആശ്രയിക്കുന്ന തണൽ മരങ്ങളുടെ ചുവട്ടിലും തണലിന്റെ ചുവട്ടിലും ഈ തണല് പറ്റിയാണ് ഇതിനെ എപ്പോഴും വെക്കേണ്ടത്. അതുകൊണ്ട് ഒരു തണലിനെ ആശ്രയിച്ച് ഇതിനെ എപ്പോഴും വെക്കുക. എപ്പോഴും ഒരു തണുപ്പ് കിട്ടുന്നിടത്ത്. അപ്പൊ നല്ല പച്ചപ്പ് കിട്ടും. അല്ലെങ്കിൽ ഒരു മഞ്ഞ കളറിലായിരിക്കും ഇതിന്റെ ലീഫ് കാണുന്നത്. അങ്ങനെ ഒരു നല്ല പച്ചപ്പ് കിട്ടണമെങ്കിൽ, ഇങ്ങനെ ഇത്രയും ഗ്രീൻ കളർ കിട്ടണമെങ്കിൽ ഒരു തണലുള്ള സ്ഥലത്ത് വെക്കുക. അകത്തോട്ട് കയറ്റി വെക്കുമ്പോൾ 3-4 ദിവസം കഴിയുമ്പോഴേക്കും ഒരു വിളറിയ കളറിലേക്ക് വരും. അപ്പൊ തന്നെ ഞാൻ എടുത്തുകൊണ്ടേ വെളിയിൽ വെക്കും. ആരെങ്കിലും ഒക്കെ വരുന്ന സമയങ്ങളിൽ നല്ല വൈറ്റ് കളറുള്ള ഒരു ടേബിളിലൊക്കെ ഇതിങ്ങനെ നല്ല മാറ്റൊക്കെ വിരിച്ചു വെക്കുക. നല്ല ഷോയാണ്. 3 ദിവസത്തിൽ കൂടുതലൊന്നും വെച്ച് കഴിഞ്ഞാൽ ചെടി പോകും. അപ്പൊ തന്നെ വെളിയിൽ കൊണ്ടുപോരുക. പക്ക ഇൻഡോർ അല്ല. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അടിപൊളിയാക്കാൻ പറ്റിയ ഒരു ചെടിയാണ്. പെട്ടെന്ന് പോകുമൊന്നുമില്ല. ഇച്ചിരി കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇത്രയേ ഉള്ളൂ കാര്യം. പിന്നെ നോക്കുമ്പോൾ എന്താണ്, റീപോട്ടിങ് വേഗം വേണ്ട. ഇച്ചിരി വെള്ളം കൊടുത്തേച്ചാൽ മതി. വലിയ സൂര്യപ്രകാശം വേണ്ട, വളം വേണ്ട. അപ്പൊ നമുക്കിത് നോക്കാൻ എളുപ്പമല്ലേ പറഞ്ഞു വരുമ്പോ. ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇതെന്റെ അനുഭവത്തിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തു. അത്രേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും നടാം. എപ്പോഴും നല്ലത് ഈ ചെടി മേടിക്കുമ്പോൾ ഈ 2-3 തണ്ടുള്ള ചെറിയ ലീഫോട് കൂടിയ ചെടി മേടിക്കുക. വലിയത് മേടിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ ക്ലൈമറ്റില്, നമ്മുടെ വീടിന്റെ അന്തരീക്ഷത്തില്, നമ്മുടെ ഒരു ഇതില് ഈ ചെടിയെ വളർത്തിയെടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് പിടിച്ചു കിട്ടും, പോകത്തില്ല. അതായിരിക്കും എപ്പോഴും നല്ല. ചെറിയ ചെടി മേടിച്ച്, ഇതിന് വലിയ വിലയില്ലല്ലോ, ചെറിയ ചെടി വളർത്തിയെടുക്കുക. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.